മലപ്പുറത്ത് വ്യാജ വെളിച്ചെണ്ണ പിടികൂടി. 1965 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിടിച്ചെടുത്തത്. 765 ലിറ്റർ വ്യാജ വെളിച്ചെണ്ണ നിർമ്മിച്ച തിരൂരങ്ങാടിയിലെ വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റ് അടപ്പിച്ചിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഓപ്പറേഷൻ നാളികേരത്തിന്റെ ഭാഗമായാണ് പരിശോധന. വിപിൻ സി വിജയൻ മലപ്പുറത്ത് ചെയ്യുന്നു. വിപിൻ, പൊന്നിന് വിലയാകുന്ന വെളിച്ചെണ്ണ അതിനിടയിൽ വ്യാജന ഇറക്കി കളം പിടിക്കാൻ ശ്രമിക്കുന്ന ചില മാഫിയകൾ, എന്താണ് വിവരങ്ങൾ? പരിശോധന വരും ദിവസങ്ങളും തുടരുമോ? ഇപ്പോഴത്തെ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സുഹൈലി, വ്യാജ വെളിച്ചെണ്ണ പിടികൂടുന്നതിനു വേണ്ടി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓപ്പറേഷൻ നാളികേരം അതിന്റെ 2ാം ഘട്ടം ഇപ്പോൾ സംസ്ഥാനത്ത് ആകെ തന്നെ പരിശോധനകൾ നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് മലപ്പുറത്തും പരിശോധന നടന്നത്. ഇങ്ങനെ പരിശോധിച്ചതിൽ വ്യാപകമായി തന്നെ വ്യാജ വെളിച്ചെണ്ണ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു. 1965 ലിറ്റർ വ്യാജ വെളിച്ചെണ്ണയാണ് ഈ ജില്ലയിൽ മാത്രം ഉണ്ടായിരുന്നത്. അതിലിപ്പോൾ ഇന്നത്തെ പരിശോധനയിലാണ് ഇത് പിടികൂടിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ പരിശോധന തുടരും എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. ഇതിൽ 765 ലിറ്ററും ഒരൊറ്റ, അതായത് തിരൂരങ്ങാടിയിലെ ചെറുമുക്കിലെ ഒരു യൂണിറ്റിൽ നിന്ന് മാത്രം പിടികൂടിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഗോഡൌൺ മുഴുവനായിട്ടും തന്നെ അത് സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, അതായത് വ്യാജ വെളിച്ചെണ്ണയാണെന്നുള്ളത് മനസ്സിലാക്കുകയും ഇതിന് ഈ യൂണിറ്റ് അടയ്ക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾക്ക് വേണ്ടി ഈ വെളിച്ചെണ്ണ അതിൻ്റെ സർക്കാരിൻ്റെ ലാബിലേക്ക് അയക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഈ ഒരു പരിശോധന തുടരും. ഇപ്പോൾ ഈ ഓണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഈ പരിശോധന തുടരും എന്നുള്ളത് കൂടി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. സുഹൈൽ, ശരി, ഓപ്പറേഷൻ നാളികേരം തുടരും, വ്യാജന്മാർ കുടുങ്ങും. വിപിൻ സി വിജയനാണ് വാർത്താ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്കാണ്.